ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആവണി സോദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷയില്ലാന്ന് പറയാം കേട്ടോ. അത്രയും നല്ല തണുപ്പ് തന്നെയാണ്. തണുപ്പ് പോലെ തന്നെ നല്ല തണുത്ത കാറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം വരുന്നില്ല നല്ല തണുപ്പിൻ്റെ ആ ഒരു ശക്തി കാരണം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തണുത്ത കാറ്റിങ്ങനെ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനോട് ചുറ്റും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കാറ്റ് ചെറുതായിട്ട് അടിച്ചാൽ നല്ലൊരു സൗണ്ടായിരിക്കും. കാരണം ഒരു വേറൊരു ജില്ലയിലൊക്കെ പോയി അടിച്ചിട്ട് നല്ല സൗണ്ടായിരിക്കും. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊക്കെ റോഡ് സൈഡിൽ കൂടെ ഒരുപാട് പൂക്കളൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കേട്ടോ, പല വെറൈറ്റി പൂക്കളൊക്കെ ആയിട്ട്. ഒരു പൂ നോക്കിയാൽ കുറേ ഉണ്ട് കേട്ടോ. അങ്ങ് കൊല കുത്തി ഉണ്ടാവുന്നല്ലേ ആ ഒരു രീതിയിലാട്ടോ ഉണ്ടായിട്ടുള്ളത്. നല്ല രസമായിട്ടൊക്കെ കൂട്ടത്തോടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് 2-3 വെറൈറ്റി ഉണ്ടേ. ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് തന്നെയായിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ നോക്കി നമുക്ക് ഒരുപാട് പൂക്കളുണ്ട്. നമ്മുടെ റോസിലൊക്കെ നോക്കി ഒത്തിരി ഉണ്ട്. ഒരു കൊലയിൽ തന്നെ കുറേ പൂക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ അവിടെയൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, നാളത്തേക്കൊക്കെ ആയിട്ട് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. നല്ലൊരു മണലാണ് കൂടി. ഒരു തണുത്ത കാറ്റൊക്കെ പാടായിട്ട് പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, 2 അടുപ്പിലും. പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലത്തെ 2 അടുപ്പിൽ തീ പിടിക്കാൻ കാരണം നമ്മുടെ ഗ്യാസ് തീർന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ടോ ഗ്യാസ് തീർന്നു. നമുക്ക് തിങ്കളാഴ്ചയാണ് ഗ്യാസ് തീരുള്ളൂ. പിന്നെ 2 അടുപ്പിൽ രാവിലെ തന്നെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരടുപ്പിൽ ചോറും വെച്ചിട്ടില്ല. ഈ അടുപ്പിൽ നമ്മുടെ കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമുക്ക് സോയാബീൻ ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ സോയാബീൻ ആട്ടോ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ചെറുതും വലുതും വാങ്ങിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ ചെറുതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൽ നന്നായിട്ട് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വീർത്ത് നല്ല അടിപൊളിയായിട്ട് അതിൽ കുതിർന്ന് സെറ്റാവും കേട്ടോ. അപ്പോൾ ആ രീതിയിലൊന്ന് കഴുകി നല്ല രീതിയിലൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇതാ ഒരു സോയാബീനിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മസാലയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കടുകൊക്കെ പൊട്ടിച്ചിട്ട് സവോള, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ വഴന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പറ്റിയ ഒരു തക്കാളി. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലോട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഒരു വിറക് ഞാൻ മാറ്റിയിട്ടില്ല, കാരണം നമ്മുടെ വിറകടുപ്പ് അറിയാമോ, കത്തി പിടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല, നന്നായിട്ട് കത്തിട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഈ ഒരു വിറകടുപ്പിൻ്റെയൊക്കെ ചൂടിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ടൊരു ചൂടൊക്കെ കിട്ടാൻ കുറച്ചുകൂടി ഒരു അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കാരണം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് നമ്മൾ കുഞ്ഞിനും കൂടി കൊടുക്കുന്നതുകൊണ്ട് നല്ല എരിവായിരിക്കും. അപ്പോൾ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതേപോലെ തന്നെ ചിക്കൻ മസാല, ഇതെല്ലാം പാടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി അതുകൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ എല്ലാം പാടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റായതിന് ശേഷം ലാസ്റ്റ് നന്നായിട്ട് പൊടിയുടെ പച്ചമുളകും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മളിതൊരു സോയാബീൻ ചേർക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സോയാബീനൊക്കെ നല്ല രീതിയിൽ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി നന്നായിട്ട് 2-3 വെള്ളത്തിൽ പച്ചവെള്ളത്തിലൊക്കെ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ല രീതിയിൽ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ആ ഒരു സോയാബീൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒരു വെള്ളം ഒന്നും ഇപ്പോൾ ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ അതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരാൾ ഓടി നോക്കിയിട്ട് കയറിയിട്ട് ഉദ്ദേശം വേർന്നല്ലോ. ചെറിയ ഇതിലൊരു പണി ഇപ്പോൾ തരേണ്ടതായിരുന്നു നമ്മുടെ ആവണിക്കുട്ടി. വേറെ തന്നെ കുറച്ച് നേരം കൊണ്ട് വാതിലിൻ്റെ സൈഡിൽ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാറ്റ് നമുക്കറിയാം, നല്ല കാറ്റും കൂടി ആയിട്ട് ഇപ്പോൾ നല്ല തണുത്ത കാറ്റ്. അപ്പോൾ വാതിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒട്ടിച്ച് വെച്ചാൽ പോലും പെട്ടെന്ന് അതിൽ നിന്ന് വരെ വിട്ട് വരുന്നത് അത്രയും ഫോഴ്സിലായിട്ട് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൈ പെടേണ്ടതായിരുന്നു, പറ്റിയില്ല. പക്ഷേ അത് ചെറുതായിട്ട് പേടിക്കില്ല. അതുകൊണ്ടൊന്ന് കരഞ്ഞിട്ട് അടുക്കൊണ്ട് ഒക്കെ ഇത് കയറിയിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കാൻ നമ്മുടെ ഈ ഒരു സോയാബീൻ്റെ അത് കൂട്ടി നോക്കിയതാണ് ഈ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തുള്ളത്. ഇനി നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് തേങ്ങാപ്പാലും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, അതും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിത് പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് അരിപ്പുട്ടിൻ്റെ പൊടി കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വേറെ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടന് വേറെ പുട്ടൊന്നും കഴിക്കാറില്ല, ആൾക്ക് ഈ ഒരു അരിയുടെ തന്നെ ആട്ടോ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഏട്ടന് കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇന്നാണെങ്കിൽ രാവിലെ നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന ഒരു പുട്ടിൻ കുറ്റിയിൽ ചില്ല് കാണുന്നില്ല കേട്ടോ. ചില്ലില്ലെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാറുള്ളൂ. അതിനൊരു എളുപ്പ വഴിയാണ് നമ്മൾ ഇഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് ആവി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതവിടെ
നമ്മുടെ പുട്ടിനുള്ള ഒരു മാവൊക്കെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇഡൽ ചെമ്പിൽ വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ലെയറായിട്ട് എടുക്കണമെന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, കാരണം ഒരു നുള്ളി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ നല്ല തിരക്കായതുകൊണ്ട് നമ്മുടെ രണ്ടടുപ്പും ഒഴിവില്ല കേട്ടോ. രണ്ടടുപ്പും നല്ല രീതിയിൽ തന്നെ ബിസി ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഞാനത് കഞ്ഞി ഉള്ള അടുപ്പിലാട്ടോ, അതായത് കഞ്ഞി നമ്മൾ വെച്ചിട്ടുള്ള ഒരു അടുപ്പിൻ്റെ ഒരു വട്ട് കുറച്ച് വലുതാട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടിക്കുമ്പോൾ ഇറക്കി വെച്ചിട്ട് കഞ്ഞി ഒന്ന് ഇപ്പോൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. കഞ്ഞി വെന്തിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കും, കാരണം മട്ടരിയുടെ ആയതുകൊണ്ട്. ഇപ്പം എന്താണ് നമുക്കിനി പുട്ടായിട്ട് നമുക്ക് കഞ്ഞി ഇപ്പം തന്നെ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ രാവിലെ നീച്ച വഴിക്കും എപ്പോഴും കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അരിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഗ്യാസും കൂടി ഇല്ല, അതുകൊണ്ടാട്ടോ അപ്പോൾ ഇത് ഇറക്കിയത്. എന്നാലും പെട്ടെന്ന് തന്നെ രണ്ടാവി കയറുമ്പോഴത്തേനും നമ്മുടെ ഫുഡൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്കിനി കഞ്ഞി എടുത്തിട്ട് അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ആ ഒരു തട്ടൊക്കെ വെച്ച് ഇനി എന്തായാലും നമ്മുടെ ആ ഒരു മാവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈസ് പുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തീ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് തട്ടിൻ്റെ മുകളിലേക്ക്. അതിന് ശേഷം ഇതാ നമ്മൾ ആദ്യം സെറ്റാക്കി എടുത്തുള്ള ഒരു പൊടി ഒരു മാവ് ദാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. തേങ്ങയൊക്കെ ഇതിൽ കൂടെ തന്നെ നന്നായിട്ട് ഇളക്കി ഇട്ടിരിക്കുകയാണ്. എന്തായാലും അതൊന്ന് ഞാൻ അടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ആവി വരുമ്പോൾ നമുക്ക് അടുത്ത പുട്ടൊന്ന് സെറ്റാക്കി ഇടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ആവണക്കെട്ടിക്ക് കിട്ടുന്ന അമൃതപ്പൊടി ഉണ്ട്. അപ്പോൾ അതൊന്നും ആൾ കഴിക്കാറില്ല കേട്ടോ. ഒന്ന് ഇടയ്ക്ക് രീതിയിൽ കൂടെ കൊടുത്താൽ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ പുട്ടിൻ്റെ കൂടെ 2-3 പൊടികളൊക്കെ മിക്സായി കൊടുക്കുമ്പോൾ കഴിച്ചാൽ കഴിക്കും, അങ്ങനെ ഉറപ്പൊന്നുമില്ല കേട്ടോ. ആൾക്ക് തോന്നിയ ആൾ കഴിക്കും, അല്ലെങ്കിൽ ആൾ കഴിക്കുകയില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ അമൃതപ്പൊടി ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നനച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ പുട്ടിൻ്റെ, അതായത് നമ്മുടെ അരിപ്പുട്ടിൻ്റെ ആ ഒരു പൊടിയുണ്ട്, അത് നനയ്ക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു അമൃതം പൊടി, കാരണം അത്രയും വെള്ളം ഒഴിച്ച് നനയ്ക്കുകയാണെങ്കിൽ നമുക്കത് പുട്ടാവില്ല കേട്ടോ. നല്ല കുഴക്കട്ടൊക്കെ ആക്കി എടുക്കേണ്ടി വരും കേട്ടോ. അത്രയും നന്നായിട്ട് കുഴകളാന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ കുറച്ചായിട്ട് തന്നെ നനച്ച് എടുക്കാൻ. അപ്പോൾ ഇതാ ആ ഒരു പൊടി നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ അതാ ഇപ്പോൾ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റാഗിപ്പൊടി ഉണ്ടല്ലോ. അപ്പോൾ കോറപ്പൊടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും പറയാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ രീതിയിലൊക്കെ ആയിരിക്കും പറയുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ തന്നെ അതാ കുറച്ച് റാഗിപ്പൊടി കൊണ്ടിട്ട് നല്ല രീതി തന്നെ കൈ വെച്ച് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി എടുക്കാറുണ്ടെന്നാൽ നമ്മുടെ കൈ വെച്ച് ഇളക്കിയെടുത്ത് സെറ്റാക്കുന്ന ആ ഒരു പെർഫെക്ഷൻ എന്തായാലും വരില്ലാട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഇതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ല ഇതിൽ ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ ചെറിയ തേങ്ങയുടെ ബാക്കി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് നമ്മൾ കുറച്ചധികം തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുട്ടാത്തോടൊപ്പം കുറച്ചധികം തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. മാത്രമല്ല അത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയാകുമ്പോഴത്തേക്ക് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു തേങ്ങ ഫുള്ള് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ പാകത്തിനാട്ടോ ചേർത്തിട്ടുള്ളപ്പോൾ നന്നായിട്ട് കൈ വെച്ചൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ വാഴയില വെച്ച് എടുത്തിട്ടുള്ള തട്ടിൻ്റെ പുറത്ത് ഇപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്നോ. തീ നല്ല രീതിയിൽ കത്തുന്നതുകൊണ്ട് നോക്കി നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല ഫോഴ്സിൽ ആവി വരുന്നതുകൊണ്ട് തന്നെ കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആവി മാത്രം മതി നമ്മുടെ കൈ പൊള്ളാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വാഴയിലയുടെ സൈഡിലാട്ടോ നമ്മളിപ്പം മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തുറക്കുമ്പോഴത്തേനും പുട്ടൊക്കെ വരുമ്പോൾ എല്ലാം പാട് നന്നായിട്ട് ഞങ്ങൾ മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു പാർട്ടീഷൻ പോലെ ആയിട്ട് ഇലയുടെ 2 സൈഡിലായിട്ട് 2 പുട്ടിൻ്റെ സംഭവങ്ങൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതൊന്ന് 2 ആവി കയറട്ടെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് എടുക്കുമ്പോൾ എല്ലാം അതാ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മേളിൽ കൂടെ കുറച്ചുകൂടി തേങ്ങ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു തേങ്ങ മേളിൽ കൂടെ ഒന്നുകൂടി വെച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു വാഴയിലയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു തേങ്ങയുടെ ഒരു സ്മെല്ലൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റിൻ്റെ ആയിരിക്കും. വേവട്ടെ നമ്മുടെ പുട്ടൊക്കെ. ഇതാ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാനെന്താ ഒരു ബോക്സിലിട്ടിട്ട് അടച്ച് വയ്ക്കുവാണേ. പിന്നെ നമുക്കിനി അടുക്കളയൊന്ന് ഒതുക്കാനും അതുപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അതിനെങ്ങനെയാണെന്ന് നോക്കി ഒരാൾ അഴിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിരിക്കുക കേട്ടോ. കുറച്ച് നമ്മുടെ കൂടെ കൊഞ്ചാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഒന്ന് സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അപ്പോൾ ഈ ഒരു വന്നിരിക്കുന്നത്. നോക്കി ഞാൻ ക്യാമറയും പിടിച്ചിട്ട് അടുത്തേക്ക് പോകുമ്പോൾ ആൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത്. കുറയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടി ഇവിടെ കൂടെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അയച്ചു നല്ല തണുപ്പിന് കേട്ടോ. അവന് തണുക്കുന്നില്ല എന്ന്. പിന്നെ ഇവർക്ക് അത്യാവശ്യം നല്ല ഹെയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇവരെ നന്നായിട്ട് ഈ ഒരു ടൈമിലൊക്കെ കെയറും കൂടി ചെയ്യണ്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തണുപ്പ് കാലത്ത് വരുന്ന കുറച്ച് ഡിസീസും കാര്യങ്ങളൊക്കെ അവരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വന്ന് നോക്കി അടുക്കളയിൽ സ്ഥാനം പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കൊഞ്ചിച്ചതിന് ശേഷം അങ്ങ് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ പോകാൻ പറഞ്ഞാൽ അങ്ങ് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അയച്ച് വിട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ചാടി നടക്കട്ടെ, അവരുടെ ആ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു കംഫർട്ട് സോണിൽ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ. പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കൂട്ടിക്കയറ്റാതിരിക്കണം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പോകാൻ പറയുമ്പോഴത്തേന് ആളിതാ പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോഴത്തേനും ഇതാ നമ്മുടെ പുട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടല്ലോ. നമുക്ക് തുറന്നപ്പോൾ ഇതാട്ടോ അവസ്ഥ നോക്കി. ആവി കൊണ്ട് നമ്മുടെ ക്യാമറ ഫുള്ളങ്ങ് ആവിയിൽ മൂടി തന്നെ പറയാം കേട്ടോ. അപ്പോൾ നോക്കി നന്നായിട്ട് ആവി വരുന്നതുകൊണ്ട് നന്നായിട്ട് പുട്ട് വരുന്നുണ്ട്. അപ്പോൾ വെച്ചിട്ട് കുറച്ച് ടൈം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും അതായത് രണ്ട് ഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ മിക്സായി പോയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും പുട്ടൊക്കെ സെറ്റായിട്ട് നമുക്ക് പുട്ടൊക്കെ ഇറക്കി വെക്കണം. അതേപോലെ തന്നെ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഡോഗിനൊക്കെ ജിക്കാൻ വേണ്ടി പോലും അപ്പം എന്തായാലും ഞാൻ അടുക്കള പെട്ടെന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പാത്രങ്ങളും കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകിയിടാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇല്ല, എന്നാലും നമ്മൾ എടുത്ത് വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി അതിൻ്റെ അവിടെ നമ്മൾ കുഴച്ചിട്ടുള്ള ഒരു മാവിൻ്റെ തേങ്ങ ചൊരുവിൻ്റെ ഒക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ ഒന്ന് തട്ടി താഴെ ഇട്ടിട്ടുണ്ട്. നമുക്ക് താഴെ ഒന്ന് അടിച്ച് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുക്കളത്തെ പണികൾ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം കേട്ടോ. ബാക്കിയില്ല കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വാഷ് ബേസിലേക്ക് ഇട്ട് കൊടുത്തിരിക്കാൻ നോക്കുന്നതാണ്. പെട്ടെന്ന് കഴുകിയെടുക്കട്ടെ. വെള്ളത്തിന് തുടങ്ങി തണുപ്പില്ല കേട്ടോ. നല്ല തണുപ്പ് കൊടും തണുപ്പാണ്. നമ്മൾ ഐസ് കട്ടയൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കില്ല, ആ ഒരു ഫീലാണ് നമുക്കിപ്പോൾ വെള്ളത്തിലൊക്കെ തൊടുമ്പുള്ളത്. പിന്നെ നമ്മളിവിടുന്ന് ഉറവ് വെള്ളം കൂടിയാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറവ് വെള്ളത്തിനൊക്കെ ഇങ്ങനെ മലമുകളിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ല തണുപ്പായിരിക്കും ഇങ്ങനെ ഉറവ് വെള്ളത്തിൽ നിന്നൊക്കെ ഈ ഒരു ടൈമിലൊക്കെ വെള്ളം എടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തണുപ്പ് വേർക്കന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടിന് എൻ്റെ കുട്ടിക്കുരുമികളും ഉണ്ട് കേട്ടോ. താഴെ നിന്നിട്ട് ഇങ്ങനെ ഡ്രസ്സിലൊക്കെ തിരിച്ച് കളിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം കയറുന്നില്ല കേട്ടോ. പാത്രം കഴുകാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരു പാത്രത്തിന് പുറത്ത് കയറാൻ വേണ്ടിയിട്ടോ അതവിടെ നിന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ എന്താണ് നമ്മുടെ പാത്രം കഴുകേണ്ട പരിപാടി ഏകദേശം എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം അതേപോലെ തന്നെ അത് രണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അതെടുക്കുന്ന പാത്രം കഴുകൽ ഫിനിഷ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എൻ്റെ കൈയോടെ തന്നെ നമുക്ക് വാഷ് ബേസിനും കൂടി കൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല, അപ്പം തന്നെ കഴുകാനൊന്നും ഇല്ല. അതിൻ്റെ എന്തായാലും നമുക്ക് കറിയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തോരൻ വയ്ക്കാണ്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോഴത് അങ്ങനെ കൈയോടെ കഴുകിയിട്ട് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഒരുമിച്ച് കഴിയേണ്ട അവസ്ഥയിലാവുന്നത്. അപ്പോൾ ആ ഒരു പണിയെല്ലാം കഴിഞ്ഞതാണ്. വാഷ് ബേസിനും കഴുകിയിട്ടതിന് ശേഷം നമ്മളിത് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ നമ്മൾ കട്ടൻ ചായ കുടിച്ചതുകൊണ്ട് ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കുന്നില്ല. അപ്പോൾ നോക്കി പുട്ട് കഴിക്കാൻ ആദ്യം ഏട്ടന് കൊടുക്കാം കേട്ടോ. അപ്പം എന്നാലും ഏട്ടനുള്ള പുട്ട് മാറ്റുവാണ്. ഇപ്പോൾ ഞാൻ ശേഷതാണ് ഞാനും ഇനി കഴിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ ആവണിക്കുട്ടിക്ക് പിന്നെ ഈ പുട്ട് തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആൾ പിന്നെ ഏതായാലും കഴിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്ക് ഞാൻ എല്ലാം അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം എന്നാലും പിന്നെ കഴിക്കാൻ അങ്ങനെ ഏത് കൊടുത്താലും കഴിച്ചോളും. പക്ഷെ അവൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് അവൾക്ക് തോന്നണം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ആവണിക്കുട്ടിക്ക് ഒന്ന് പുട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ട് അപ്പം നമുക്ക് നേരെ കഴിക്കാൻ പോകും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടി പൂച്ചേനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ അവൾക്ക് കൈ കഴുകി തരാം. അവൾ കഴിക്കാൻ പോകുന്നത് അവളെ കൈ കഴുകാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ആ സമയം കൊണ്ട് ഞാൻ എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് പുട്ടിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. സോയാബീൻ കറിയാണ്. അപ്പോൾ സോയാബീൻ കറി ഒരുപാട് അങ്ങനെ വെള്ളമായിട്ടും അല്ല, എന്നാൽ നന്നായിട്ടങ്ങ് എന്താ പറയുക ഒട്ടും വെള്ളമല്ലാതെ അല്ലാട്ടോ വെച്ചിട്ട് ഒരു ഗ്രേവി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പം എന്നാൽ കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ പുറത്ത് വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നില്ല. അപ്പം നമുക്കിനി കഴിക്കാട്ടോ. നോക്കി നല്ല കാറ്റൊക്കെ വീശിങ്ങനെ പുറത്തിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ല കേട്ടോ ഗൈസ്. എന്തായാലും എനിക്കെന്തായാലും ഇഷ്ടമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ഒരു വെറൈറ്റി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി പുട്ടൊന്ന് കഴിക്കാം. അപ്പോൾ നല്ല ചൂട് പുട്ടും കൂടി ആണെങ്കിൽ കുറച്ചുകൂടി കിടിലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുട്ടായാലും നല്ല ചൂടുണ്ടല്ലോ. നോക്കി പുറത്താണെങ്കിൽ രക്ഷയില്ലാതെ ഉണ്ടോ കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്കാണെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് കാറ്റ് വീശുമ്പോഴത്തേനും മറ്റേ മരത്തിൻ്റെ ചില്ലയിലൊക്കെ പോയി തട്ടിയിട്ട് നന്നായിട്ട് അതിന് സൗണ്ട് ആയാലും മൊത്തത്തിൽ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു മരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മരം നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളത് മുറിച്ചത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ മിറ്റടിക്കുന്ന സമയത്ത് ഒരുപാട് ചപ്പ് ഉണ്ടാവാറില്ല കേട്ടോ. ഉണ്ടാവാറില്ല, എന്നാലും ആ ഒരു മരം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചപ്പൻ്റെ അറിയട്ടോ. കാരണം കൊടും കാറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കൊടും കാറ്റാണ് നമുക്ക്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു കാറ്റ് നിർത്താതെ ഈ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങനെ വീശാറുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിനി കഴിക്കാനുണ്ട്. ആവണിക്കുട്ടി ഉള്ളിലാട്ടിരിക്കുന്നത് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കിനി കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ കാറ്റ് നല്ല ഫോഴ്സിൽ അടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതാ പതുക്കെ ഉള്ളിലേക്ക് വന്നിരിക്കണം. കാരണം ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ മിക്കവാറും തണുത്ത് മരച്ച് പോയിട്ടതുകൊണ്ട് ഞാൻ ഇതാ പതുക്കെ ഉള്ളിലേക്ക് വന്നിരിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ ഉള്ളിൽ വന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അവിടെ കിട്ടുക കയറി എൻ്റെ വടി കയറി ഇരുന്നിരിക്കുക കേട്ടോ. ആളുടെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് വാരി കഴിച്ചോളാന്ന് പറഞ്ഞാട്ടോ പ്ലേറ്റിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പൊതുവേ അവൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്വന്തമായിട്ട് ഓരോ വറ്റായാലും ഇപ്പോൾ ചോറ് കൊടുക്കുകയാണെങ്കിൽ 1-2 വറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് അവളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ കുറച്ച് ഈശോ എടുത്ത് കഴിക്കാനുണ്ടോ ആൾക്ക് ഇഷ്ടം. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. നോക്കി സോയാബീനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് എന്തായാലും സോയാബീനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. അപ്പം എന്തായാലും ഞങ്ങളിനി കഴിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആൺകുട്ടീനെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആളിത് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നില്ലേ, അത് വേറൊന്നുമല്ല കേട്ടോ. അവിടെ അവളുടെ അച്ഛനും അച്ഛമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോയാബീൻ കാണിച്ചു കൊടുക്കും നമ്മുടെ ഗൈസിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ പിടിച്ച് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോയാബീൻ കൊടുക്കുമോ നീ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നൊക്കെ പറയുവാണ്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ ഈ സെറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ തെറ്റാറുണ്ടോ. കാരണം കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മ സെറ്ററും എടുത്തു എന്ന് പറഞ്ഞിട്ട് ആൾ വരും കേട്ടോ ഊരി തരാൻ വേണ്ടിയിട്ട്. തൊപ്പി മങ്കി ക്യാപ്പൊക്കെ ഇതാ ഊരി കളഞ്ഞിരിക്കും കേട്ടോ. എന്നാലും ഈ ഒരു സെറ്ററിലൊരു തൊപ്പി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മിണ്ടാതിരിക്കുന്നത് കേട്ടോ. എന്നാലും കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വെയിലൊക്കെ വന്ന ഒരു വെയിലിൻ്റെ ചൂടൊക്കെ അടിച്ചിട്ടാണ് ദൂരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഈ ഒരു അടിക്കുന്ന തണുത്ത കാറ്റിലൊക്കെ ദൂരി കഴിഞ്ഞ് ഇട്ടിട്ട് പോലും നമുക്ക് നല്ലതാണ് പാടം. അപ്പോൾ ഇതുകൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ തൊപ്പിയൊക്കെ ഇതാ കയറ്റി വെച്ച് പോവാണോ. അങ്ങനെ നമ്മുടെ പുട്ടി കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇതാ പകുതി വേവായിട്ടുണ്ട്. നമുക്കിത് തോരൻ വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറിക്കോട്ടിൽ നോക്കിയപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ബീൻസിൻ്റെ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ ആ ഒരു ബീൻസ് നന്നായിരുന്നു കഴുകി എടുക്കുവാണേ. കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് കഴുകി എടുക്കാനുണ്ട്. ഇപ്പോഴും നല്ല തണുപ്പായിട്ട് വെള്ളത്തിന് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും അപ്പോൾ ഈ ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ അടിയിൽ കൂടെ ഇതൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യുമല്ലോ. അങ്ങനെ എന്തായാലും നമുക്കിനി ബീൻസ് നല്ല രീതിയിലൊന്ന് കുത്തി അരിയാനുണ്ട്. കുത്തി അരിയാനല്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നോക്കി ഒരു കുഞ്ഞിക്കൈ നീണ്ടു വരുന്നുണ്ട് കേട്ടോ. ബീൻസ് മുറിച്ച് സഹായിക്കാനാണോ എന്തോ ഇനി. അങ്ങനെ എന്തായാലും ഇതാ കത്തിയൊക്കെ വെച്ച് ഞാൻ ബീൻസിൻ്റെ തലയും വാലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബീൻസിൻ്റെ രണ്ടറ്റങ്ങളും ഉണ്ടാകുമല്ലോ, അപ്പോൾ അതിങ്ങനെ താഴേക്കിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ നാര് പോലെ സംഭവമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടതാണ്. നമ്മുടെ കുട്ടിക്കുറുമ്പ് ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ ഓടിച്ചാടി എല്ലാവരുടെയും ആളുടെ ഒരു മേൽനോട്ടം എത്തുന്നുണ്ട് കേട്ടോ. കുറേ അങ്ങോട്ട് പോകും, കുറേ ഇങ്ങോട്ട് പോകും, അങ്ങനെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കാലിൽ സോക്സും ചെരുപ്പൊക്കെ ഉണ്ട്. അതാണൊരു സമാധാനം. രാത്രിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പുലർച്ചയ്ക്കയിലൊക്കെ നല്ല തണുപ്പ്, നല്ല കൊടും തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമുക്ക് തൊണ്ടവേദന സൗണ്ടൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും തണുപ്പിൻ്റെ ഒരു എഫക്റ്റ് വരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണക്കുട്ടി സേഫായിട്ടായിട്ട് ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതാ ബാക്കിയും കൂടി ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് ബാക്കിയൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി പിന്നെ ഞാൻ ഇടയ്ക്ക് ബീൻസിൻ്റെ കൂടെ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ ബീൻസ് സെപ്പറേറ്റ് ഇതേപോലെ വയ്ക്കാറുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന വെജിറ്റബിൾസ് എല്ലാം ആയിട്ട് നമ്മളിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട്. ചിലരാണെങ്കിൽ അപ്പോൾ അത് മാത്രമായിട്ട് വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇപ്പോൾ ബീൻസിൻ്റെ കൂടെ നമുക്ക് വെക്കാൻ പറ്റുന്ന പല സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പോൾ ബീൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണക്കുട്ടിക്ക് വന്നപ്പോൾ ഞാൻ ബീൻസ് വേണമെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ആളപ്പം വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇതാ കുഞ്ഞിക്കൈ വെച്ചിട്ട് ഇതാ ഞാൻ അറിയാതെ തന്നെ എടുത്തിട്ട് പോവുകയുണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സവോളയും കൂടി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ആയിട്ട് എൻ്റെ കണ്ണിലേക്ക് പറ്റിയത്. കാരണം സവോള ചെറിയുള്ളിലൊക്കെ നമ്മൾ ഒരെണ്ണ അരിഞ്ഞാൽ മതി, എവിടെ നിന്നാണോ എന്തോ കണ്ണിൽ കൂടെ വെള്ളം വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. എന്താണ് ഇതാ ബാക്കി 2 സവോളയും കേട്ടോ എടുത്തിട്ടുള്ളത്. ബാക്കി കാരണം ചെറിയ സവോള ആയതുകൊണ്ട് തന്നെ നമുക്ക് 2-3 എടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ എന്താ അറിയില്ല, ഇപ്പോൾ വരുന്ന സവോളയൊക്കെ നല്ല ചെറുതാട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 3 കിലോ 100 ആ രീതിയിലായിട്ട് കിട്ടുന്നത്. അതൊക്കെ നല്ല ചെറുത് തന്നെയായിരുന്നു. അപ്പോൾ ചെറിയ സവോള നമുക്ക് കുറേ നേരം പുളിക്കാനൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കി പിന്നെ അത് മാത്രമുള്ളത് പിന്നെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ഞാൻ സവോളയൊക്കെ ഇതാ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ ബീൻസ് ആയാലൊക്കെ നന്നായിട്ട് സെറ്റാക്കിയിട്ട് വന്നിരിക്കട്ടെ. എന്നാലും ഇവിടെ ഇരുന്ന് നമുക്ക് അരിഞ്ഞിട്ട് നമുക്കിനി ബാക്കി അവിടെ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ എല്ലാം അരിഞ്ഞ് വരുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കില്ല. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഇരുന്ന് എല്ലാം സെറ്റാക്കിയതിന് ശേഷം അവിടെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആവണക്കുട്ടി ആയാലും അത്രയും നേരം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. അതായത് ആളിപ്പോൾ അതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആവണിക്കുട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സവോളയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് കൊണ്ടുത്തരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറിഞ്ഞയൊക്കെ എഴുതാൻ താഴെക്കൂടെ ചാടി നടക്കുന്നുണ്ട്. എനിക്ക് ആവണിക്കുട്ടി അടുത്ത സവോളയൊക്കെ ആയിട്ട് നേരെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ സവോളയുടെ തോലൊക്കെ ആൾ സ്വന്തമായിട്ട് തന്നെ കളഞ്ഞു വന്നിട്ടുണ്ട്. ഈ അടുത്ത് ഇതേപോലെ സവോളയുടെ തോല് കളഞ്ഞ് അവളുടെ നഖത്തിന് തുളഞ്ഞ് ചെറുതായിട്ട് അത് സവോളയുടെ തോലിങ്ങനെ നഖം വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാതി കളഞ്ഞിട്ട് നഖത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കയറിയിട്ടുണ്ട്. നഖത്തിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പോയിക്കാൻ നമുക്ക് നല്ല വേദന ആയിരിക്കും. നമുക്ക് തന്നെ നല്ല വേദന സഹിക്കാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ആളിങ്ങനെ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ നോക്കി സവോളയുടെ കൊണ്ടേക്കെന്ന് പറയുന്നത് അടുത്തിങ്ങനെ എടുത്തിട്ട് അത് കൊണ്ടേച്ചെടുത്തിരുതാ അടുത്തൊരു സവോള കൂടി എടുത്തിട്ട് വരുന്നുണ്ട്. വീണ്ടും അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ എന്തായാലും കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ആ ഒരു ബീൻസൊക്കെ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ബീൻസും അതുപോലെ പച്ചമുളകും പിന്നെ നമ്മുടെ സവോള എല്ലാം പാടെ അരിഞ്ഞ് സെറ്റാക്കിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ അടുപ്പിലിതാ ഇത് നന്നായിട്ട് തന്നെ തീമ കേട്ടോ. അപ്പോൾ ഇതാ ചെറിയൊരു ചട്ടിയാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നാലും വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് കടുകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തോരനൊക്കെ ആക്കി കൊടുക്കാം. അത് നമുക്ക് തേങ്ങ ചുരവി എടുക്കാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ ചുരവിയ തേങ്ങ ഫുള്ള് നമ്മൾ പുട്ടുണ്ടാക്കിയപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാലും നമുക്കിനി കുറച്ചുകൂടി തേങ്ങ ചുരവിയാൽ നമുക്ക് എന്തായാലും നമ്മുടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി തേങ്ങയില്ലാതെ തോരൻ വെക്കേണ്ടി വരും. എന്നാലും നമുക്കിനി കടുകൊക്കെ പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് വറവ് കിട്ടിയതിന് ശേഷം നമുക്ക് എന്തായാലും തേങ്ങ ചുരവാം കേട്ടോ.
അപ്പോൾ കടുക് ഇട്ട് കൊടുത്തേക്കുവാണേ. ചടപടീന്ന് കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില പെൻ്റക്കലി എടുത്തതില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ഇടുന്നില്ല. നമുക്ക് കറിവേപ്പില പൊട്ടിക്കണമെങ്കിൽ കുറച്ച് താഴെ പോകട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല, കറിവേപ്പില ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഞാൻ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ബീൻസിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നല്ല മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ ആ ഒരു കടുക് പൊട്ടിയ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ആവി കയറുമ്പോഴത്തേനും ആയിക്കോളും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് പോകും കേട്ടോ. കാരണം ഒരു ആവി കിടന്ന് ഒരു ആവി തന്നെ വെന്താലും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എല്ലാം ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും മാക്സിമം കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഇരിക്കുന്ന ഇരുത്താട്ടോ. ഇത് നോക്കി ഇന്ത്യ ടപ്പുണ്ടോടാ, എനിക്കുണ്ടോ? കാറ്റാട്ടോ, ഇപ്പോഴും നല്ല തണുത്ത കാറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നാലും ഇനിയിപ്പോൾ എനിക്കും കുളിക്കേണ്ട, കാരണം നമ്മുടെ വെള്ളമൊക്കെ ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ കുളിക്കേണ്ട കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാട്ടോ. അത്രയും നല്ല തണുപ്പാണ്. ഒരു ഐസുള്ള വെള്ളം നമ്മുടെ മേലക്കൂടെ ഒഴിക്കുമ്പോൾ നല്ല തണുപ്പെന്ന് ചോദിക്കുന്നത്. ഞാനെന്താ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. വെള്ളം ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും പോയി കുളിക്കട്ടെ. എനിക്ക് ഒരാൾ ഉറങ്ങി എണീച്ചിട്ട് ഒരു ഉറക്കപ്പിച്ച് നിങ്ങൾ മാറിയിട്ടില്ല കേട്ടോ. മുഖം കഴുകി കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആളിപ്പോൾ കഴുകി തരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ അതവിടെ നോക്കിയിട്ട് ഹായ് കൊടുക്കുമോ? ഹായ് പറഞ്ഞേ. ഹായ് ഇല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് ഹായും തരാനൊരു മൂടില്ല. കാരണം ഞങ്ങളിപ്പോൾ ഉറങ്ങി എണീച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ. ഇനി ഉറങ്ങുവാണോ? ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയുള്ള കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത്, ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്. എന്നാലും ഇനി പ്രോപ്പറായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നൊരു വിശ്വാസത്തിലാണ്. എന്തായാലും നമുക്ക് ഇടാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കൂ.